അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുമെന്ന് ആരോപിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് ജനപ്രതിനിധികൾ. എറണാകുളം ജില്ലയിലെ എംഎൽഎമാരും എംപിമാരും കളക്ടറേറ്റിന് മുന്നിൽ ധർണാ സമരം ആരംഭിച്ചു. രമേശ് ചെന്നിത്തല ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. നിതിൻ അംബുജൻ വിവരങ്ങൾ ചേരുന്നു. നിതിൻ, ആ സമരത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്താണ്? നിതിൻ. കാശ്മീർ സംസ്ഥാനത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളം ജില്ലയിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകുന്ന ഒരു പദ്ധതിയാണ് എറണാകുളത്തെ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി. അങ്കമാലിയിലെ കരയാപ്പറമ്പ് മുതൽ കുണ്ടന്നൂർ വരെ ഏതാണ്ട് 45 കിലോമീറ്റർ നീളുന്ന ഒരു ബൈപ്പാസ് പദ്ധതിയാണ് ഇതിനും തന്നെ പരിഗണനയിലുള്ളത്. പക്ഷേ ഈ പദ്ധതി നിലവിലിപ്പോൾ മെല്ലെ പോക്കിൽ പോവുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയ സമീപനം അത് വേഗത്തിൽ ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഓഗസ്റ്റ് 29 മുമ്പായി 3D വിജ്ഞാപനം ഇറക്കേണ്ടതായിരുന്നു. പക്ഷേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിടിപ്പുകേട് മൂലം ഇതുവരെ 3D വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ സാധിച്ചില്ല. അതിനാൽ 3D വിജ്ഞാപനം ഇതിനെ തന്നെ അസാധുവായിട്ടുണ്ട്. ഇനി വിജ്ഞാപനം വീണ്ടും ഇറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ അനാസ്ഥ മൂലം 18 വില്ലേജുകളിലെ ഭൂ ഉടമകൾ ദുരിതത്തായിരിക്കുകയാണ്. കല്ലിടൽ പൂർത്തിയായ ശേഷം വിജ്ഞാപനം റദ്ദായതോടെ വീടുകൾ പോകുന്ന പല ഭൂ ഉടമകളും വേറെ സ്ഥലം അന്വേഷിച്ച് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ സ്ഥലം നഷ്ടപ്പെട്ടവരും വലിയ ദുരിതത്തായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി വേഗം പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ജില്ലയിലെ ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലത്തെ ജനപ്രതിനിധികൾ ഇവിടെ ധർണാ സമരം ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിന് തന്നെ ഈ സമരം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. എംപിമാരായ ഹൈബി ഈഡൻ, അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവരും, കൂടാതെ ജില്ലയിലെ എംഎൽഎമാർ ഉമാ തോമസ്, അതോടൊപ്പം അൻവർ സാദത്ത് ഉൾപ്പെടെയുള്ള എംഎൽഎമാരും ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കളക്ടറേറ്റിന് മുന്നിൽ അല്പം മുമ്പാണ് ധർണാ സമരം ആരംഭിച്ചത്. രമേശ് ചെന്നിത്തലയാണ് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഇന്ന് എറണാകുളം ജില്ലയിലെ ജനപ്രതിനിധികൾ ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കുന്നത്. വേഗത്തിൽ ഈ ഒരു പദ്ധതി പൂർത്തിയാക്കണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് പാർലമെന്റിലടക്കം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഹൈബീഡൻ അല്പസമയം തന്നെ സംസാരിച്ചു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലമാണ് ഈ ഒരു പദ്ധതി വൈകുന്ന ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. അതിൽ വേഗം പരിഹാരം കാണണം. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇടപെടൽ വേഗം എന്നൊരാവശ്യമാണ്. എന്തായാലും കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്കിൽ പെടാതെ അങ്കമാലി മുതൽ കുണ്ടന്നൂർ ഒരു 6 വരി ബൈപ്പാസ് എന്നൊക്കെയായിരുന്നു മോഹന വാഗ്ദാനം. പക്ഷേ NHAയുടെ അനാസ്ഥ മൂലം, ഭൂമി ഏറ്റെടുക്കൽ ഉണ്ടായ ഗുരുതര അനാസ്ഥ മൂലം അത് എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് ആരോപണമല്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ മഞ്ഞക്കൽ അടക്കം സ്ഥാപിച്ചിട്ടും ഭൂമി ഏറ്റെടുക്കൽ ഒന്നും ആയില്ല എന്ന് ഭൂവുടമകൾ സമരത്തിൽ നിൽക്കുന്നു. കോൺഗ്രസും സമരത്തിലാണ്.